എന്താണ് വൈഫൈ ഇൻ്റർഫറൻസ്? അതായത് നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു മോഡം ഉപയോഗിക്കുന്നു, അതായത് ഒരു ബ്രോഡ്ബാൻഡ് മോഡം. ഈ മോഡം ഉപയോഗിക്കുമ്പോൾ നമുക്ക് നോർമലി എങ്ങനെയാണ് നമ്മുടെ ഡിവൈസിലൊക്കെ കണക്ഷൻ കിട്ടുന്നത്? ഇപ്പോൾ മൊബൈലായാലും കമ്പ്യൂട്ടർ ആയാലൊക്കെ നമുക്ക് കണക്ഷൻ കിട്ടുന്നത് രണ്ട് മാർഗ്ഗങ്ങൾ വഴിയാണ് കിട്ടുന്നത്. ഒന്ന്, നമുക്കറിയാം, ബ്രോഡ്ബാൻഡിൽ നിന്ന് മോഡത്തിൽ നിന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ഒരു കേബിൾ വലിക്കും. അപ്പോൾ മോഡമോ അതിൻ്റെ ഇടയിൽ സ്വിച്ചോ വെച്ചിട്ട് നമ്മളൊരു കേബിൾ വലിച്ച് ഒരു ലാൻ കേബിൾ, അതായത് ലാൻ നെറ്റ്വർക്ക് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും, അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യും. അടുത്ത ഒരു മാർഗ്ഗമാണ് എന്ത്? വൈഫൈ, അതായത് ഇതിൻ്റെ വൈഫൈ സിഗ്നൽ വരുന്നത്. അപ്പോൾ ഈ വൈഫൈ സിഗ്നൽ വരുമ്പോൾ ഈ വൈഫൈ സിഗ്നലിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെയാണ് മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ വൈഫൈ സിഗ്നൽ ട്രാവൽ ചെയ്ത് ഈ ഒരു ആംഗിളിൽ ഇവിടം വരെ എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു വൈഫൈ ഈ മൊബൈലിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും കണക്ടിവിറ്റി കിട്ടുകയൊക്കെ ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു കണക്ടിവിറ്റി, അതായത് ഈ ഒരു മോഡത്തിൽ നിന്നും ഈ ഒരു ഫോൺ വരെയുള്ള അല്ലെങ്കിൽ നമ്മുടെ വൈഫൈ ഡിവൈസ് വരെയുള്ള ആ ഒരു കണക്ടിവിറ്റി ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇൻ്റർഫറൻസ് വരുന്നത്. അതായത് ബ്ലോക്ക് ചെയ്യുന്ന ഘടകങ്ങളെയാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമുക്ക് ഈ ഒരു വൈഫൈ, അതായത് മോഡത്തിൽ നിന്നും ഈ ഒരു കമ്പ്യൂട്ടറിലേക്ക് ഒരു മൊബൈലിലേക്ക്, ഒരു വയർലെസ് ഡിവൈസിലേക്ക് എങ്ങനെ ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. അതായത് ഇപ്പോൾ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു റൗട്ടർ വച്ചേക്കുന്ന ആ ഒരു വൈഫൈ, അതായത് റൗട്ടറിൽ നിന്നുള്ള വൈഫൈ സഞ്ചരിക്കുന്ന ആ ഒരു ബാൻഡ് വിഡ്ത്ത് നമ്മൾ മനസ്സിലാക്കണം. നോർമലി ഒരു 2.4 GHz ഇതിൻ്റെ വൈഫൈ സഞ്ചരിക്കുന്നത്. 2.4 GHz നോർമലി റൗട്ടറുകളുടെ വൈഫൈ സഞ്ചരിക്കുന്നത്. ഡ്യുവൽ ബാൻഡ് റൗട്ടറുകളുണ്ട്, 5 GHz സഞ്ചരിക്കുന്നതും രണ്ടും കൂടിയുള്ള റൗട്ടറുകളൊക്കെ ഉണ്ട്. നോർമലി നമ്മളുടെ വീട്ടിലൊക്കെ വരുന്നത് ഒരു സിംഗിൾ ബാൻഡ് റൗട്ടറാണ്, അതായത് 2.4 ഒരു ബാൻഡ് വിഡ്ത്തിലാണ് ഇത് സഞ്ചരിക്കുന്നത്. സോ ഇത് സഞ്ചരിക്കുമ്പോൾ ഇത് പല വിധത്തിൽ നമ്മുടെ ഈ മൊബൈൽ വരെ എത്താതിരിക്കാം, ഈ ഒരു വയർലെസ് ഡിവൈസ് വരെ എത്താതിരിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന പല കാരണങ്ങളുണ്ടാവും. ഒന്ന്, ഈ പറഞ്ഞ പോലെ എന്താണ്, ഇതേ ബാൻഡ് വിഡ്ത്ത്, അതായത് 2.4 തന്നെ ഉപയോഗിക്കുന്ന വേറെ പല ഡിവൈസുകളുണ്ടാകാം. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ കോഡ്ലെസ് ഫോൺ, പണ്ടത്തെ കിടന്ന ഒരു കോഡ്ലെസ് ഫോൺ, ആ ഫോണുകൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ്, ബ്ലൂടൂത്തിൽ വരുന്ന സ്പീക്കറുകൾ, ബ്ലൂടൂത്ത് സ്പീക്കർ, കോഡ്ലെസ് ഫോൺ, പിന്നെ നമുക്ക് ഒരു മൈക്രോവേവ് ഓവൻ. സോ അങ്ങനെ ഒരുപാട് ഡിവൈസ്, ഒരു ഉപകരണങ്ങൾ ഒക്കെ ഈ ഒരു 2.4 ബാൻഡ് വിഡ്ത്ത് തന്നെ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അതായത് ഇത് പറഞ്ഞ എല്ലാ ഉപകരണങ്ങളും 2.4 ബാൻഡ് വിഡ്ത്ത് വൈഫൈ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് എല്ലാം ഒരേ ഫ്രീക്വൻസിയിൽ തന്നെ, അതായത് 2.4 ഫ്രീക്വൻസിയിൽ തന്നെ, ബാൻഡ് വിഡ്ത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. സോ ഇതിൻ്റെ എല്ലാം ഒരു ഇൻ്റർഫറൻസ് നമുക്ക് നേരിട്ടെന്ന് വരാം. അതായത് ഇപ്പോൾ ഒരു ബ്ലൂടൂത്തിൻ്റെ ഒരു ഇൻ്റർഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ എത്തുന്ന ആ ഒരു വൈഫൈയുടെ സ്ട്രെങ്ത് കുറയും. അതായത് ഈ ഒരു മോഡത്തിൽ നിന്നിട്ട് ഈ മൊബൈൽ വരെയുള്ള, അതായത് വയർലെസ് ഡിവൈസ് വരെയുള്ള ആ കിട്ടുന്നതിൻ്റെ സ്ട്രെങ്ത് കുറയും. ഇതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ കാരണങ്ങളും ഈ ഒരു ഇൻ്റർഫറൻസിന് കാരണമാകാം. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വയർലെസ് ഡിവൈസിലോട്ടുള്ള കണക്ടിവിറ്റി ബ്ലോക്ക് ആവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നോർമലി ഇത്തരം ഡിവൈസുകൾ, അതായത് ബ്ലൂടൂത്ത് സ്പീക്കറുകൾ, അല്ലെങ്കിൽ കോഡ്ലെസ് ഫോൺ, അല്ലെങ്കിൽ മൈക്രോവേവ് ഓവൻ, സോളുള്ള അങ്ങനെയുള്ള, അല്ലെങ്കിൽ പണ്ടത്തെ മോണിറ്ററുകളൊക്കെ ഈ ഒരു ഫ്രീക്വൻസിയെ ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ്. സോ അതിനെല്ലാം നമുക്ക് മാക്സിമം തടയാം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു നമ്മുടെ മൊബൈലിൽ കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ഈ വൈഫൈയുടെ ആ ഒരു സിഗ്നൽ നമുക്ക് ഇവിടം വരെ കിട്ടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത്തരം ഈ ഒരു ഇൻ്റർഫറൻസ് വരുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. രണ്ടാമത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബ്ലോക്കേജ് വരുന്നത്, അതായത് വൈഫൈ കിട്ടാതെ വരുന്നതിന് പല കാരണങ്ങളുണ്ട്. അതായത് ഈ റൂട്ടറിൻ്റെ പൊസിഷൻ, അതായത് നമ്മളുടെ ഈ ഒരു വീട്ടിലാണ് നമ്മളിത് വയ്ക്കുന്നത്. സോ വീട്ടിൽ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ വയ്ക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടാവുമല്ലോ, ഈ റൂട്ടർ വയ്ക്കുന്ന പൊസിഷൻ, അതൊരു പ്രധാനം തന്നെയാണ്. കാരണം ആ ഒരു നമ്മൾ വയ്ക്കുമ്പോൾ ഈ വീടിനകത്ത് തന്നെയുള്ള മതിലുകളുണ്ടാവും. വാളുകളൊക്കെ പെനട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ, അതിനെ ക്രോസ് ചെയ്ത് വൈഫൈ സഞ്ചരിക്കുമ്പോൾ ഇതിൻ്റെ സിഗ്നൽസ് കുറയും, ലോ സിഗ്നൽസ്, വീക്ക് സിഗ്നൽസായിട്ട് വരും. സോ അങ്ങനെയും ഇവിടെ പ്രശ്നമുണ്ടാകും. അതായത് ഈ ഒരു മൊബൈൽ വരെ, അതായത് ഈ ഒരു വയർലെസ് ഡിവൈസ് വരെ
ഈ വൈഫൈ എത്താതെയായിട്ട് വരാം. സോ ഈ ഒരു വാൾസൊക്കെ വരുമ്പോഴും ഒക്കെ വരും. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ തടയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പൊസിഷനിങ്, ഈ ഒരു വീട്ടിൽ വെച്ചേക്കുന്ന റൂട്ടറിൻ്റെ പൊസിഷനിങ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പകുതി പ്രശ്നങ്ങൾ നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും. സോ അതും നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നോർമലി നമ്മൾ നേരത്തെ പറഞ്ഞ വൈഫൈ ഇൻ്റർഫറൻസ്, അതായത് 2.4 ബാൻഡ്വിത്തിൽ വരുന്ന ആ ഒരു ഇൻ്റർഫറൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡുവൽ ബാൻഡ് റൗട്ടർ മേടിക്കുക. അപ്പോൾ അതിനകത്ത് 2.4 GHz പുറമെ തന്നെ 5 GHz വൈഫൈ കൂടി ഉണ്ടാവും. അതായത് 5 GHz സപ്പോർട്ട് ചെയ്യുന്ന ബാൻഡ്വിത്തുള്ള ഫ്രീക്വൻസിയുള്ള വൈഫൈ കൂടി ഇതിനകത്തുണ്ടാവും. ഡ്യുവൽ ബാൻഡ് മോഡലുകളും ഉണ്ടാവും. സോ ഇത്തരം മോഡലുകൾ, ഈ ഒരു ഡ്യുവൽ ബാൻഡ് വരുന്ന മോഡലുകൾ നമ്മൾ മേടിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു ക്ലാഷുകൾ, അതായത് 5 GHz അധികം ഡിവൈസസ് വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാഷ് ഒഴിവാക്കുകയും നമുക്ക് നമ്മുടെ വയർലെസ് ഡിവൈസിലോട്ടൊക്കെ കണക്ടിവിറ്റി പ്രോപ്പറായിട്ട് കിട്ടുകയും ചെയ്യും. സോ അതിൻ്റെ ഒരു ഡ്യുവൽ ബാൻഡ് മോഡൽ കഴിയുന്നത് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ സർവീസ് പ്രൊവൈഡർമാരൊക്കെ ഡ്യുവൽ ബാൻഡ് മോഡം കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക, ഡ്യുവൽ ബാൻഡ് മോഡം വാങ്ങിക്കുക. അപ്പോൾ ആ ഒരു വൈഫൈയുടെ സ്പീഡിലൊക്കെ താരതമ്യേന നല്ലൊരു മാറ്റം ഉണ്ടാവും. എന്നാൽ ഈ ഒരു ഡുവൽ ബാൻഡ് മോഡത്തിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ഡുവൽ ബാൻഡ് മോഡവും ഈ പറഞ്ഞ പോലെ അത്ര പെർഫെക്റ്റ് അല്ല. കാരണം ഈ ഒരു 5 GHz നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ 5 GHz ഒരു ന്യൂനത കൂടിയുണ്ട്. കാരണം 2.4 അത്രയും ലെങ്ത്തിൽ ഇത് സഞ്ചരിക്കില്ല. അതായത് വൈഫൈയുടെ ആ ഒരു സഞ്ചരിക്കുന്ന ദൂരം 5 GHz സഞ്ചരിക്കുന്നതിനേക്കാളും ഒരുപാട് ദൂരം കൂടുതൽ 2.4 GHz വൈഫൈ സഞ്ചരിക്കും. അതായത് അതിൽ സഞ്ചരിക്കുന്നത് വളരെ ദൂരത്തിൽ സഞ്ചരിക്കും വൈഫൈ. സോ സ്പീഡ് കൂടുതൽ 5 GHz ഉണ്ടാവുമെങ്കിലും റേഞ്ച് കൂടുതൽ 2.4 ആയിരിക്കും. സോ ഇൻ്റർഫേസ് ഉള്ളിടത്ത് 5 GHz മോഡലുകൾ ഉപയോഗിക്കുക. എന്നാൽ 2.4 ആണ് കൂടുതൽ റേഞ്ച് നൽകുന്നത്. സോ ഇത് രണ്ടും നമുക്ക് വേണ്ടതാണ്. അതായത് ഡ്യുവൽ ബാൻഡ് മോഡം മേടിക്കുമ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യുവൽ ബാൻഡ് മോഡത്തിൽ ഈ പറഞ്ഞ രണ്ടും ഉണ്ട്. ഈ രണ്ടും ഉള്ള റൂട്ടറുകളാണ് ഇപ്പോൾ വരുന്നത്. ഡ്യുവൽ ബാൻഡ് റൂട്ടറുകളും ഡ്യുവൽ ബാൻഡ് മോഡലുകളൊക്കെ ഉണ്ട്. സോ നമ്മൾ ഡ്യുവൽ ബാൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഡ്യുവൽ ബാൻഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വീട്ടിലോട്ടുള്ളൊരു പൊസിഷനിങ്, ആ ഒരു നമ്മൾ റൗട്ടർ വയ്ക്കുന്നതിൻ്റെ ആ ഒരു പൊസിഷനിങ് അതുകൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വൈഫൈയുടെ പ്രശ്നം, അതായത് വൈഫൈ കിട്ടാത്തതിൻ്റെയൊക്കെ പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു.